ദിവസം എനിക്ക് നിങ്ങളോട് പറയാനായി കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പ്രകാശിപ്പിച്ച ഒരു ദൈവവചന ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. അതിനാധാരമായി നമുക്ക് 3 വാക്യങ്ങൾ പ്രാരംഭമായി വായിക്കണമേ. ഹോശേയ പ്രവാചകൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, 2-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, അതോടൊപ്പം തന്നെ 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. പ്രാരംഭമായി 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അങ്ങനെ അവൻ ചെന്ന് ഡിബ്ലേമിന്റെ മകളായ ഗോമേറിനെ പരിഗ്രഹിച്ചു. 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. അങ്ങനെ ഞാൻ അവളെ 15 വെള്ളിക്കാശിനും 1.5 ഹോമേർ യവത്തിനും മേടിച്ചു. മതി, ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഈ വായിച്ച വേദഭാഗങ്ങളിൽ കൂടെ കർത്താവ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമ്മളോടും ഈ ദേശത്തോടും അവിടുത്തെ ആലോചന അറിയിക്കേണ്ടതിന് ഒരു നിമിഷം പ്രാർത്ഥനയിൽ എല്ലാവരും സഹായിക്കണമേ. കർത്താവ് നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ, ഹൃദയങ്ങളെ തുറക്കട്ടെ. ദൈവവചനത്തിൻ്റെ വാതിലുകൾ കർത്താവ് ഇന്ന് നമ്മുടെ മധ്യത്തിൽ തുറന്ന് അവിടുന്ന് നമ്മളോട് സംസാരിക്കേണ്ടതിന് വേണ്ടി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനത്തിൻ്റെ മുൻപാകെ ഞങ്ങൾ അടുത്തു വരുന്നു. തിരുവചനത്തിലെ സത്യങ്ങളെ കാണേണ്ടതിന്, അത്ഭുതങ്ങളെ കാണേണ്ടതിന് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ ഇന്ന് രാത്രിയിലും ഞങ്ങളുടെ കണ്ണുകളെ തുറന്ന് ഹൃദയദൃഷ്ടി പ്രകാശിച്ച് തിരുവചനത്തിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കി അതിൻ പ്രകാരം ജീവിതങ്ങളെ സമർപ്പിക്കുവാൻ കർത്താവ് കരുണ ചെയ്യണമേ. ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ചില ഹൃദയങ്ങളോട് കർത്താവ് വ്യക്തമായി ഇന്ന് രാത്രിയിലും ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന അവിടെ നിന്ന് കേട്ടതിനായി നന്ദി. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരു പഴയ നിയമ പ്രവാചക പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ വാക്യങ്ങൾ വായിച്ചത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഹൃദയത്തിൽ കടന്നുകൂടാൻ സാധ്യതയുള്ള ചോദ്യം, ഒരു സുവിശേഷ യോഗത്തിന് പഴയ നിയമത്തിലെ പ്രവചനം എത്രത്തോളം പ്രസക്തമാണ്? അത് ഞാൻ പ്രാരംഭത്തിലെ പറഞ്ഞു തുടങ്ങാം. നമുക്കറിയാവുന്ന ഒരു ചരിത്രം പുതിയ നിയമത്തിൽ ഇങ്ങനെയുണ്ട്. യേശു കർത്താവിൻ്റെ മരണത്തിന് ശേഷം ശിഷ്യന്മാർ പ്രതീക്ഷകളറ്റ് അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാകാതെ നിരാശയോടെ പാർക്കുന്ന സമയത്ത് യെരുശലേമിൽ നിന്ന് 2 ശിഷ്യന്മാർ എമവസിലേക്ക് പോയ ചരിത്രം നമുക്കറിയാം. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായമാണ് ഞാൻ പറയുന്നത്. ആ വഴിയാത്രയിൽ ഒരുപക്ഷെങ്കിൽ പിന്മാറ്റത്തിൻ്റെ വഴിയെന്നോ അല്ലെങ്കിൽ അവിശ്വാസത്തിൻ്റെ പാതയെന്നൊക്കെ നമുക്ക് പറയാവുന്ന ആ വഴിയെ അവർ പോകുമ്പോൾ അവരെ തേടി യേശു അവരോട് ചേർന്ന് നടക്കുക. യേശു അവരോട് ചേർന്ന് നടക്കുന്ന അവർക്ക് യേശുവിനെ മനസ്സിലായില്ല. അവർ തമ്മിൽ തർക്കിച്ച് വാദിച്ചു കൊണ്ടാണ് പോകുന്നതെന്ന് ആ വേദഭാഗത്ത് പറയുന്നു. എന്തുവാണ് തർക്കവിഷയം? തർക്കവിഷയം യേശുവിൻ്റെ മരണം. അവർ പ്രതീക്ഷിച്ചത് മെസ്സിഹയാണ് യേശുവെന്ന്. പക്ഷേ പ്രതീക്ഷകൾക്ക് വിപരീതമായി അപ്രതീക്ഷിതമായ സമയത്ത് യേശുവിൻ്റെ മരണം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. യേശു ചേർന്ന് നടന്ന് അവരുടെ സംസാരത്തിലേക്ക് പ്രവേശിച്ചിട്ട് ആ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: യേശു തന്നെക്കുറിച്ച് മോശ മുതൽ പ്രവാചക പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഏത് പുസ്തകമാ? മോശയുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകം. പിന്നീട് പ്രവാചക പുസ്തകം. യേശുവിനെ പറ്റി പ്രവാചക പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് വ്യാഖ്യാനിച്ചു കൊടുത്തു. ആ യാത്ര മുന്നോട്ട് പോയി. ഒടുവിൽ അവർ കർത്താവിനെ തിരിച്ചറിയുന്ന നിമിഷം കർത്താവ് അവരുടെ കണ്ണിൽ നിന്ന് അപ്രതീക്ഷിതമായി. അത് കഴിയുമ്പോൾ അവർ പറഞ്ഞ ഒരു വാക്കുണ്ട്. പോയ 2 പേര് തമ്മിൽ പറഞ്ഞത്, അവൻ വഴിയാത്രയിൽ നമ്മളോട് സംസാരിച്ചപ്പോൾ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. പഴയ നിയമത്തിലെ പ്രവാചക പുസ്തകത്തിൽ നിന്ന് യേശുവിനെ പറ്റി യേശു എന്ന് പറഞ്ഞപ്പോൾ
ഹൃദയങ്ങൾ കത്തിയതുപോലെ ഇന്ന് നമ്മൾ ഈ പ്രവചക പുസ്തകത്തിൽ നിന്ന് യേശുവിനെ പറ്റി കേൾക്കുമ്പോൾ ചില ഹൃദയങ്ങളിൽ കർത്താവിൻ്റെ പ്രവൃത്തി സംഭവിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഈ വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ദൈവം ജനത്തോട് ഇടപെടുന്ന രീതികളെപ്പറ്റി വിശുദ്ധ ബൈബിൾ പല ഉപമകൾ ഉപയോഗിച്ച് പറയുന്നു. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെ വിവരിക്കാൻ, മനസ്സിലാക്കി കൊടുക്കാൻ വിവിധ ഉദാഹരണങ്ങൾ, ഉപമകൾ. ഒരെണ്ണം ഞാൻ പറഞ്ഞാൽ, നമുക്കറിയാവുന്ന ഏറ്റവും പ്രസിദ്ധമായൊരു സങ്കീർത്തനമുണ്ട്. 23-ാം സങ്കീർത്തനം കാണാതറിയാത്ത ആരും കാണത്തില്ല, കുഞ്ഞുങ്ങൾക്ക് തന്നെ അറിയാം. യഹോവ എൻ്റെ, ആരും പറയുന്നില്ല, യഹോവ എൻ്റെ, എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ഒരു ഇടയനും ആടും തമ്മിലുള്ള ബന്ധം പോലെ ദൈവവും മനുഷ്യരുമായി അല്ല, ദൈവവും തൻ്റെ ജനവുമായി ബന്ധപ്പെടുന്നു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ, അർത്ഥം അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധത്തെ എടുത്തിട്ട്, ഇടയനും ആടും തമ്മിലുള്ള ബന്ധത്തെ എടുത്തിട്ട് ദൈവം മനുഷ്യനോട് ഒരു ബന്ധത്തിലേക്ക് വരുന്നതിനെ വരച്ച് കാണിക്കുന്ന ചിത്രങ്ങൾ അനവധി ബൈബിളിൽ കാണാം. അതിലേറ്റവും ഉന്നതമായ, അല്ലെങ്കിൽ മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും ഇൻറ്റിമേറ്റായ, ഏറ്റവും അടുത്ത ആഴത്തിലുള്ള ബന്ധം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻസ്. ഇത് ഞാൻ പറയുമ്പോൾ, ഈ കാലഘട്ടത്തിൽ ഇത് പ്രസംഗിക്കുമ്പോൾ അതിന് വളരെയധികം കുറച്ചിൽ വന്നിരിക്കുന്ന ഒരു കാല. അവിശ്വാസം കടന്നുകൂടി പല നിലയിൽ കുടുംബ ബന്ധങ്ങൾ തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാലഘട്ടമാണിത്. പക്ഷെങ്കിൽ ദൈവം ഏദനിൽ മനുഷ്യനെ കുടുംബ ബന്ധത്തിലേക്ക്, സ്ത്രീയെയും പുരുഷനെയും കുടുംബ ബന്ധത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ താൻ ആഗ്രഹിച്ചത് ഏറ്റവും ഇൻറ്റിമേറ്റായ, അടുത്ത ബന്ധം അതായിരിക്കണം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ബൈബിളിൽ, പുതിയ നിയമത്തിലുമുണ്ട്, പഴയ നിയമത്തിലും പലയിടങ്ങളിൽ ദൈവം തൻ്റെ ജനത്തോട് ഇടപെടുന്ന ആ ബന്ധത്തെ വിശദീകരിക്കുമ്പോൾ ദൈവം ഈ കുടുംബത്തിൻ്റെ ഭാര്യാഭർത്തൃ ബന്ധത്തെ എടുക്കുന്ന വാക്യങ്ങൾ അനവധിയുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, 5-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. ദൈവം തന്നെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്. മനസ്സിലാവുന്നുണ്ടോ? ദൈവം ജനത്തോട് പറയാ, സൃഷ്ടാവ്, നിന്നെ സൃഷ്ടിച്ച ദൈവം ഒരു ഭർത്താവിനെ പോലെ ഒരു ബന്ധം, ഒരു അടുത്ത ബന്ധം നിന്നുമായിട്ട് പുലർത്താൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. പല വാക്യങ്ങൾ ഇതിനോട് ചേർന്ന് കിടക്കുന്ന വാക്യങ്ങൾ ഞാൻ ഇനി പറയാതെ, ഈ പഴയ നിയമ പുസ്തകങ്ങളിൽ പലയിടത്ത് കിടക്കുന്ന ഭാര്യ-ഭർത്തൃ ബന്ധം, ദൈവം ജനവുമായിട്ടുള്ള ബന്ധം, ഇതിൻ്റെ ഏറ്റവും നല്ല വിവരണം, നല്ലെന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ് പോർട്രയൽ, ഏറ്റവും നല്ല ചിത്രീകരണം ഹോശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലാണ്. അതാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. ഹോശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ അത് വായിച്ചാൽ ഏറ്റവും വേദനയുണ്ടാക്കുന്ന ഒരു കാര്യം കൂടെയാണ് പറഞ്ഞു വരുന്നത്. വായനക്കാരുടെ കണ്ണ് നനയ്ക്കുന്ന പോലെ, കേൾവിക്കാരൻ്റെ ഹൃദയം അലിക്കുന്ന നിലയിൽ ആണ് ഈ പുസ്തകത്തിലെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്താ ഇത്രയും വേദന ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ പ്രവചനം നടക്കുന്ന കാലഘട്ടത്തെ പറ്റി 1-2 കാര്യം ഞാൻ പറയാം. ഒരു 2-3 മിനിറ്റിൽ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. ഈ ഹോശയ്യാ പ്രവാചകൻ പ്രവചിക്കുന്ന കാലം ക്രിസ്തുവിന് മുൻപ് 8-ാം നൂറ്റാണ്ടിലെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പെടുന്ന ഒരു പ്രവാചകനാണ് ഹോശയ്യാവ്.
ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, സമാധാനം ദേശത്തുണ്ട്, സമൃദ്ധി ദേശത്തുണ്ട്. ഈ സമൃദ്ധിയും സമാധാനവും ഉണ്ടാകുമ്പോൾ ആത്മീയത എങ്ങോട്ട് പോകും? മേളോട്ട് പോകുമോ? ആത്മീക അധപ്പതനം സംഭവിച്ചൊരു കാലം. ഈ പ്രവചനം താൻ പ്രവചിക്കുന്നത് ഇസ്രായേലിനോടാ. ഈ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ, ഇസ്രായേലിൽ 10 ഗോത്രമുണ്ടായിരുന്നു. അത് 2ആയിട്ട് വിഭജിക്കപ്പെട്ടു. ചരിത്രം ദൈവമക്കൾക്കറിയാം. 10 ഗോത്രമടങ്ങുന്ന നോർത്തേൺ കിങ്ഡം, 2 ഗോത്രമടങ്ങുന്ന യഹൂദ. ഇവിടെ ഹോശയാവ് പ്രവചിക്കുന്നത് 10 ഗോത്രമടങ്ങുന്ന വടക്കൻ രാജ്യത്തോടാ. എന്തോ ഈ വടക്കൻ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ദൈവം ആരാധനയ്ക്ക് വേണ്ട ക്രമീകരണം ചെയ്തത് യെരൂശലേമില. ദേവാലയം യെരൂശലേമില്ല. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ആലയത്തിൽ ഒരുമിച്ച് കൂടി വർഷത്തിൽ കുറഞ്ഞത് 3 തവണയെങ്കിലും ആരാധിക്കണം. പക്ഷെ ഈ വടക്കൻ രാജ്യത്തിലെ ജനം, രാജ്യം വിഭജിക്കപ്പെട്ടതോടെ ആരാധനയ്ക്കുള്ള വരവ് നിന്നു. ആരാധനയ്ക്ക് വരവ് നിൽക്കാൻ കാരണം അവിടുത്തെ രാജാവ് തന്നെ മുൻകൈ എടുത്ത്, നിങ്ങൾ ഇനി അത്രയും ദൂരമൊന്നും പോണ്ട, ഇവിടെ തന്നെ ആരാധനയ്ക്കുള്ള ബദൽ സംവിധാനം. അവിടെ ആലയം, ഇവിടെയും കുട്ടിയാലയം. അവിടെ ദൈവത്തിന് ആരാധന, ഇവിടെ കുട്ടി വിഗ്രഹങ്ങൾ. അവിടെ ഒരിടത്ത് ആരാധന, ഇവരെ 2 ആരാധന. എല്ലാ സൗകര്യവും ജനത്തിന് ഒരുക്കി കൊടുത്ത്, നിങ്ങൾ ഇനി പോണ്ട, ഇവിടെ ആരാധിച്ചാൽ മതി. ആരാധന ഇവിടെ തുടങ്ങി. ജനം ഇപ്പോൾ യെരൂശലേമിൽ പോയി ദൈവത്തെ ആരാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ പാർക്കുന്ന ചുറ്റുപാടിലുള്ള ജാതീയ രാജ്യങ്ങളിൽ, കനാന്യ ദേശത്താണ്, കനാന്യർക്ക് വേറെ ദൈവങ്ങളുണ്ട്. അതിലേറ്റവും പ്രസിദ്ധനായ ഒരാളുണ്ട്, നമുക്കറിയാം, ബാൽ ദൈവത്തിൻ്റെ ആരാധനയെപ്പറ്റി നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പം ബാലിൻ്റെ ആരാധന എന്തിനാന്ന് ചോദിച്ചാൽ, ഇവരുടെ വിശ്വാസം അനുസരിച്ച് ബാലിന് ആരാധന കൊടുത്താൽ മഴ കൃത്യസമയത്ത് പെയ്യും, കൃഷിയിൽ നല്ല വിളവുണ്ടാകും. അങ്ങനെ കൃഷിയിൽ വിളവുണ്ടായാൽ സമ്പത്ത് വീണ്ടും വർദ്ധിക്കും. ഇങ്ങനെ ബാലിനെ ആരാധിക്കുന്ന ഒരു വലിയ കൂട്ടം ഇവരുടെ ചുറ്റുമുണ്ട്. ഇവരെ യഹൂദയിൽ പോയി, അല്ല യെരൂശലേമിൽ പോയി ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ആരുടെ കൂടെ കൂടി? ചുറ്റുമുള്ള ജാതികൾ ആരാധിക്കുന്ന ബാലിനോടുകൂടെ കൂടി. എങ്ങനെ ആയിരിക്കും കൂടിയത്? നിങ്ങളൊന്ന് ഊഹിച്ചാൽ മതി. 1 വർഷം മഴ വരാൻ താമസിച്ചപ്പോൾ അവർ കൂടുള്ളവരെന്ത് പറഞ്ഞു? സഹോദരന്മാരെ, ഞങ്ങളുടെ കൂടെ പോരെ, ഞങ്ങളുടെ ദൈവത്തെ ആരാധിച്ചാൽ മഴ ഉടൻ പെയ്യും. ഇവർ പറഞ്ഞില്ല, അങ്ങനെ പറ്റത്തില്ല, ജസ്റ്റ് വന്ന് നോക്ക്, നിങ്ങളുടെ ദൈവത്തെ ആരാധിച്ചോ, കൂട്ടത്തിൽ ഞങ്ങളുടേത് കൂടെ, എല്ലാം കൂടെ ഒരുമിച്ച് ഒരു അവിയൽ രീതിയിലുള്ള ആരാധന. യഹോവയും ഇരിക്കട്ടെ, കാളക്കുട്ടിയും ഇരിക്കട്ടെ, കൂട്ടത്തിൽ ബാലും കൂടി ഇരിക്കട്ടെ എന്നുള്ള നിലയിലുള്ള ആരാധന. എന്തോ സംഭവിച്ചു. ഈ നോർത്തേൺ കിങ്ഡം, അല്ല 10 ഗോത്രമടങ്ങുന്ന ഇസ്രായേൽ ദൈവത്തിൻ്റെ കൽപ്പനയുടെ ലംഘനത്തിലൂടെ ദൈവത്തിൽ നിന്ന് ദൂരേക്ക് പോയി. എന്തുവായിരുന്നു ദൈവത്തിൻ്റെ കൽപ്പന? 10 കൽപ്പന നമുക്കറിയാലോ. കൽപ്പനകളുടെ ഒന്നാമത്തത് ഞാനല്ലാതെ. ഇപ്പം ഞാനല്ലാതെ എന്ന് പറയാൻ പറ്റത്തില്ല, കൂടെ വേറെയും ദൈവങ്ങളായി. 2-മത്തെ കൽപ്പന എന്തുവായിരുന്നു? സ്വർഗത്തിലുള്ളതിൻ്റെയോ ഭൂമിയിലുള്ളതിൻ്റെയോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ളതിൻ്റെയോ പ്രതിമകൾ പാടില്ല എന്ന് കൽപ്പനയിരിക്കെ അതിൻ്റെ ലംഘനം നടത്തിക്കൊണ്ട് അന്യ ദൈവങ്ങളെ ആരാധിക്കാൻ, ബിംബങ്ങളെ, പ്രതിമകളെ ആരാധിക്കാൻ ജനം പോയ ഒരു കാലഘട്ടം. ഇങ്ങനെ ദൈവത്തിൽ നിന്ന് മറ്റ് ദൈവങ്ങളുടെ പുറകെ പോയതിനെ ഈ പുസ്തകം വിളിക്കുന്നത് സ്പിരിച്വൽ അഡൽട്ടറി. അഡൽട്ടറി എന്ന് പറഞ്ഞാൽ പരസംഗം, വ്യഭിചാരം, ആത്മീക വ്യഭിചാരം. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവയെ വിട്ടുമാറി ദേശം
കഠിന പരസംഗം ചെയ്തിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലമാണ് ഞാൻ പറഞ്ഞത്. ജനം കഠിന പരസംഗം, ദൈവത്തെ വിട്ടുപോകുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രവാചകനോട് ദൈവത്തിൻ്റെ ആലോചന. നമ്മൾ വായിച്ചത് 3 വാക്യങ്ങളാണ്, 1, 2, 3 അധ്യായങ്ങളിൽ നിന്ന്. ബൈബിൾ കൊണ്ടുവന്നവർ വെട്ടമൊക്കെ നല്ല നിലയിൽ അങ്ങ് പുറകുവരെയും ഉണ്ട്. ബൈബിൾ തുറന്ന് ആ അധ്യായങ്ങളിലേക്ക് നോക്കണം, എന്നെങ്കിലും ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം മനസ്സിലാവത്തുള്ളൂ. സാധാരണഗതിയിൽ ഇരിക്കുന്നത് പോലെ ഇരുന്നാൽ എന്തോ ആണെന്ന് അവസാനം പിടികിട്ടാതെ പോവും. എല്ലാവരും ബൈബിളുള്ളവർ ബൈബിൾ എടുത്ത് 1-ാമത്തെ അധ്യായത്തിലേക്ക് വരണം. 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചത് അതിൻ്റെ 3-ാമത്തെ വാക്യം. 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. ഹി വെന്റ്, 3-ാമത്തെ വാക്യം, അങ്ങനെ അവൻ ചെന്ന് ഡിപ്ലേമിൻ്റെ മകളായ ഗോമറിനെ പരിഹരിച്ചു. ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്ന വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെ: അതുകൊണ്ട് താൻ പോയി ഗോമറിനെ എടുത്തു എന്നുള്ള വാക്കാണ്. ഹി വെന്റ് ആൻഡ് ടുക്ക് ഗോമർ. ഈ ആദ്യത്തെ 3 അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഹോശേയ എന്ന് പറയുന്ന പ്രവാചകന്റെ ജീവിതത്തെയാണ് നമ്മൾ കാണുന്നത്. ജീവിതത്തെ കാണുമെന്ന് പറയുമ്പോൾ സാധാരണ പ്രവചന പുസ്തകങ്ങളിൽ സംഭവിക്കുന്നത് പ്രവാചകൻ നിന്നുകൊണ്ട് ദൂത് പറയും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു തുടങ്ങി ദൈവാലോചന ജനത്തോട് പറയും. പക്ഷെ ഇവിടെ ഈ ആദ്യത്തെ 2-3 അധ്യായങ്ങളിൽ പ്രവാചകൻ ദൂത് പറയുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും ഉപരിയായി തൻ്റെ ജീവിതം കൊണ്ട് താൻ ഒരു സന്ദേശം ഇവരോട് പറയാം. എന്തുവാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഈ പുസ്തകത്തിൻ്റെ ആരംഭം നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഒന്ന് ഈ പറയുന്ന കാര്യത്തിൽ ഒന്ന് എൻഗേജ് ചെയ്യണം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു ദിവസം കല്യാണ ദിവസമായിരിക്കും. ആണോ? ഇതിൻ്റെ ആരംഭവും ഒരു പ്രവാചകന്റെ കല്യാണത്തോടെ തുടങ്ങുന്ന പുസ്തകമാണ് ഹോശേയ പ്രവാചകന്റെ പുസ്തകം. പക്ഷെ സാധാരണഗതിയിൽ നമ്മളൊരു കല്യാണത്തിൻ്റെ ആലോചന നടത്തുമ്പോൾ A to Z കാര്യങ്ങൾ അന്വേഷിച്ച്, പ്രത്യേകിച്ചും അവളുടെ സ്വഭാവം എങ്ങനുണ്ട്, ഗുണനിലവാരം എങ്ങനുണ്ട് എന്നൊക്കെ അന്വേഷണം നടത്തും പണ്ട്. ഇപ്പം അങ്ങനല്ല. ഇപ്പം പഠിത്തം എവിടെ, ജോലി എവിടെ, പിന്നെ വിദേശത്ത് വല്ലതും ആണോ, അങ്ങനാണോ, അങ്ങനെയൊക്കെയാണ്. പക്ഷെ അതും പോയി. ഇപ്പം അതൊന്നും അല്ല. ഇപ്പം പിള്ളേർ തന്നെ കണ്ടെത്തി പേരൻസിൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന ഒരു നിലയിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ഇടയിലൊന്നും അങ്ങനെ ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. എന്തുവാണേലും വിവിധ കാര്യങ്ങൾ നോക്കി ആലോചിച്ചാണ് കല്യാണം നടത്തുന്നത്. പക്ഷെ ഇവിടെ ഈ ഹോശേയ എന്ന് പറയുന്ന പ്രവാചകന്റെ ജീവിതത്തിൽ കല്യാണത്തിൻ്റെ സമയമായപ്പോൾ പെൺകുട്ടിയുടെ യോഗ്യത ദൈവം തന്നെ പറഞ്ഞു. പക്ഷേ ഈ യോഗ്യത ഈ പ്രസംഗിക്കുന്ന എനിക്കോ കേൾക്കുന്ന നിങ്ങൾക്കോ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു യോഗ്യതയാണ്. അത് നമ്മൾ കാണുന്നത് 1-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. 2-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. പറഞ്ഞോ, വായിച്ചോ. നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്കുക. ദൈവം മോശയോട് പോയി കല്യാണം കഴിച്ചോ, ഗോ ഗെറ്റ് മാരി, പോയി കല്യാണം കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് കൂട്ടത്തിൽ പറയാണ്. കല്യാണത്തിന് ആലോചിക്കുമ്പോൾ പെൺകുട്ടി എങ്ങനായിരിക്കണം? അയ്യോ, നമുക്ക് പറയാൻ പോലും ലജ്ജ തോന്നുന്ന പോലത്തെ ഒരു സ്വഭാവമുള്ളവളായിരിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ കുടുംബക്കാർക്കോ എൻ്റെ സഹോദരി സഹോദരന്മാർക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റി കാണത്തില്ല. പക്ഷെങ്കിൽ പ്രവാചകൻ ദൈവാലോചന കേട്ടതുപോലെ നമ്മളിപ്പോൾ വായിച്ച 3-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ദൈവം ഇങ്ങനെ നീ പോയി ചെയ്യുക. പ്രവാചകൻ അതേപടി പോയി ചെയ്തു. അപ്പോൾ എന്തോ കഴിഞ്ഞു? പ്രവാചകൻ്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അടുത്തത് എന്തുവാ?
കല്യാണം കഴിഞ്ഞാൽ ഉടനെ പിന്നെ 2-3 മാസം തൊട്ടേ ചിലർ ചോദിച്ചു തുടങ്ങും. എന്നാലും ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ഇരുത്താൻ സമ്മതിക്കത്തില്ല. അതേപോലെ ചോദ്യങ്ങൾ തുടങ്ങും. എന്തുവാണ്? വിശേഷം വല്ലവായോ? പ്രവാചകനും ഇതേപോലെ ഒരു വിശേഷം ഉണ്ടായി. ഒന്നാമതായിട്ട് പ്രവാചകന് നോക്കണം, അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പ്രവാചകന് ഒരു മകൻ ജനിക്കുക. ഒന്ന് നോക്കിക്കേ, 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. അടുത്ത ഭാഗം. അവൾ ഗർഭം ധരിച്ച് അവന് ഒരു മകനെ പ്രസവിച്ചു. അപ്പൊ 1-ാമത്തെ കുഞ്ഞ് മകനാണ്. ആൺകുഞ്ഞ് ജനിച്ചു. ഈ മക്കൾ ജനിക്കുമ്പോൾ അമ്മയപ്പന്മാർക്ക് പേരിനെ പറ്റിയുള്ള പല ചർച്ചകൾ നടക്കും. പ്രത്യേകിച്ചും ജനിക്കുന്നതിന് മുൻപ് തന്നെ ഏറെക്കുറെ അമ്മയപ്പൻ്റെ മനസ്സിൽ പേര് കാണും. ആണാണെങ്കിൽ ഇങ്ങനെ, പെണ്ണാണെങ്കിൽ ഇങ്ങനെ പേരുകൾ കാണും. ഇവിടെ പക്ഷേ പ്രവാചകന് ജനിച്ച 1-ാമത്തെ കുഞ്ഞിന് പേരിടാൻ ഇവർക്ക് സമ്മതമില്ല. ഇവിടെ പ്രവാചകൻ ദൈവം നേരിട്ട് പേരെന്തു ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ, 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നോക്കിക്കേ. എന്താണ് 1-ാമത്തെ മകന്റെ പേര്? യഹോവ അവനോട് അവൻ ഇസ്രായേൽ ദൈവം വിതയ്ക്കുമെന്ന് പേർ വിളിക്കും. 1-ാമത്തെ മകന്റെ പേര് ഇസ്രായേൽ, ജസ്രിയേൽ, ദൈവം വിതയ്ക്കുമെന്നാണ് അതിന്റെ അർത്ഥം. കേൾക്കുന്നുണ്ടോ? എല്ലാരും കേൾക്കുന്നുണ്ടോ? ഇന്നത്തെ നമ്മുടെ പേരിന് അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാം. എൻ്റെ പേരിൻ്റെ അർത്ഥം എന്തുവാന്ന് ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിടുന്ന പേരിന് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നും ഉണ്ടാകാറില്ല. പക്ഷെ ദൈവം പറഞ്ഞ പേര് കൃത്യ അർത്ഥമുള്ള പേരാ. അർത്ഥം ഇതാണ്: ദൈവം വിതയ്ക്കും. വിതയ്ക്കുമെന്ന് പറഞ്ഞാൽ അനുഗ്രഹം വിതയ്ക്കുന്ന കാര്യമല്ല. ദൈവം പറയാ ന്യായവിധി വിതയ്ക്കും. ഈ രാജ്യത്തെ ഞാൻ ചിതറിപ്പിച്ച് കളയും. പല സ്ഥലങ്ങളിലേക്ക് ഇവരെ വിതയ്ക്കും. രാജ്യങ്ങളിൽ ചിതറിപ്പിച്ച് ചിഹ്നിച്ച് കളയും. ഓർത്ത് നോക്കിക്കേ, കല്യാണം കഴിച്ചത് പരസംഗം ചെയ്യുന്നൊരു സ്ത്രീ. 1-ാമത്തെ മകന് പേര് ന്യായവിധി വിതയ്ക്കും. കഴിഞ്ഞില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ 2-ാമതൊരു കുഞ്ഞൂടെ ജനിച്ചു. 2-ാമത്തെ കുഞ്ഞ് പെൺകുഞ്ഞാണ്. അത് നമ്മൾ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകളെ പ്രസവിച്ചു. ഈ തവണയും പേരാര് പറഞ്ഞു? ദൈവം പറഞ്ഞു. പേരെന്തുവാ? ലോ റുഹാമ. അതിൻ്റെ അർത്ഥം കരുണ ലഭിക്കാത്തവൾ. എന്തിനാ അങ്ങനെ പേരിട്ടെ? ദൈവം പറയാ, ഞാൻ ഇനി ജനത്തെ സ്നേഹിക്കത്തില്ല, അതുകൊണ്ട് നിന്റെ മോന്റെ പേര് സ്നേഹിക്കാത്തവൾ, ലോ റുഹാമ. അങ്ങനെ 2-ാമത്തെ കുഞ്ഞിൻ്റെ കാര്യവും കുറച്ച് കഴിഞ്ഞപ്പോൾ 3-ാമതൊരു കുഞ്ഞ് ജനിക്കുക. 3-ാമത്തത് ആൺകുഞ്ഞാണ്. അതിനിട്ട പേര് 9-ാമത്തെ വാക്യം നോക്കിക്കേ. അപ്പോൾ യഹോവ അവന് ലോ അമ്മി, എന്റെ ജനമല്ല എന്ന് പേർ വിളിക്കും. എങ്ങനെയുണ്ട്? 3-ാമത്തെ ആൺകുഞ്ഞിന്റെ പേര് ലോ അമ്മി, എൻ്റെ ജനമല്ല എന്ന് പേർ വിളിക്കണം. ഇസ്രായേൽ ഇനി തൊട്ട് എൻ്റേതല്ലെന്നുള്ള അർത്ഥം. ഇനിയും പ്രിയ ദൈവമക്കളെ, ഞാനിത് ഇത്രയും പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ ഒരു നിമിഷം എന്നോടൊപ്പം ആ പ്രവാചകൻ്റെ വീട്ടിലേക്കൊന്ന് വന്നേ. എങ്ങനെയുണ്ട് ആ വീട്? ദൈവത്തിൻ്റെ ആലോചന കൃത്യം കേട്ട പ്രവാചകൻ, അതേപടി അനുസരിച്ച പ്രവാചകന്റെ ജീവിതം നിങ്ങളൊന്ന് നോക്കിക്കേ. ആ കുടുംബത്തിൽ ചെന്നാൽ തകർന്ന് തരിപ്പണായില്ലേ? നമ്മുടെ ഇവിടുത്തെ ഒരു പ്രവാചകൻ അങ്ങനെ ആണെങ്കിൽ നമ്മൾ എന്തോ പറയും? അപ്പൻ എങ്ങനുണ്ട്? പ്രവാചകന, പേരുകെട്ട പ്രവാചകൻ. അമ്മയോ പ്രോസ്റ്റിറ്റ്യൂട്ട്, വേശ്യ. മക്കളോ? യോ, ഒരു ദിവസം വൈകിട്ട് യോഗം കഴിഞ്ഞ് ഹോശേയ വീട്ടിൽ ചെന്നു. മോനെ വിളിക്കുക, ജസ്രിയേലേ ഇങ്ങ് വന്നേടാ എന്ന് പറയുമ്പോൾ ന്യായവിധി ഇങ്ങ് വരാൻ. ഓർത്ത് നോക്കിക്കേ. ലോ റുഹാമ, മോളെ വിളിക്കുക. എന്തോ അതിൻ്റെ അർത്ഥം? എനിക്ക് നിന്നോടൊരു സ്നേഹവും ഇല്ല. അന്തരീക്ഷം കണ്ടോ കുടുംബത്തിൻ്റെ? 3-ാമത്തെ പേര്
ഞാൻ ആ മകനെ പറ്റി ഒന്ന് ചിന്തിച്ചത് വായിച്ചപ്പോൾ, ലോ അമ്മി നീ എൻ്റേതല്ലെന്ന് പറഞ്ഞാൽ ഈ ഭാര്യ എന്തോ ചെയ്യുന്നവളാ? മനസ്സിലാവുന്നുണ്ടോ? മുഖത്ത് നോക്കി കുഞ്ഞിനെ ലോ അമ്മി എന്ന് വിളിക്കുമ്പോൾ പല അർത്ഥങ്ങൾ അതിനുണ്ട്. തകർന്നു പോയ, നിരാശ നിറഞ്ഞ ഒരു കുടുംബ പശ്ചാത്തലത്തിലേക്ക് പ്രവാചകൻ തീർന്നു. ഒരു പ്രവാചകൻ തൻ്റെ ഭാവനയിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഇതിനോട് ചേർത്ത് പറയാം. വെള്ളിയാഴ്ച ദിവസം യോഗം, ഫാസ്റ്റിംഗ് പ്രയർ രാവിലെ. അപ്പോൾ ജനം ഫാസ്റ്റിംഗ് പ്രയറിന് വേണ്ടി പ്രവാചകൻ പാർക്കുന്ന ഹാളിലേക്ക് ചെന്ന്, ഹാളിനോട് ചേർന്ന് പാർസനേജ് ഉണ്ട്. പ്രവാചകൻ അവിടെ ചെന്ന് പ്രവാചകന്റെ അടുത്ത് ജനം ഒന്നിച്ചുകൂടി ദൂത് കേൾക്കുക, ആലോചന കേൾക്കുക. അപ്പം പ്രവാചകൻ ദൂത് പറഞ്ഞു, ജനമേ, യഹോവ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ കഠിന പരസംഗം ചെയ്ത ജനമാന്ന് പറയുമ്പോൾ ഈ കേൾക്കുന്ന ജനം തിരിച്ചു പറഞ്ഞുവെന്നാണ് ഒരു ഭാവന. പരസംഗം ചെയ്തത് ഞങ്ങളല്ല, നിന്റെ ഭാര്യയാണ്. അങ്ങനെ ആ ശുശ്രൂഷകനെ പോലും അപമാനിക്കുന്ന നിലയിൽ ഒരു തകർന്ന അനുഭവത്തിലേക്ക് തൻ്റെ ജീവിതം കൂപ്പുകുത്തുന്ന ഒരനുഭവം. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത്രയും പറഞ്ഞപ്പോൾ എത്ര പേരുടെ മനസ്സിൽ കൂടെ ഒരു ചിന്ത പോയി, എന്നാലും അങ്ങനൊക്കെ ദൈവം പ്രവാചകനോട് പറയാമോ? ചിന്തിച്ചോണ്ടുണ്ടോ? Why did God do this? ഒരു പ്രവാചകന്റെ ജീവിതം എന്തിനാ ഇങ്ങനെ തകർത്തെ? ചിന്തിച്ചവരുണ്ടോ? സ്വാഭാവികമായിട്ട് അതാണ് ചോദ്യം. വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വേദനയുണ്ടാകും. ദൈവത്തിൻ്റെ കൽപ്പന, ഗോ ആൻഡ് മാരി, നീ പോയി കല്യാണം കഴിക്കുക, ഇന്നതുപോലെ ആയിരിക്കണം, അതേപടി അനുസരിച്ച പ്രവാചകന്റെ കുടുംബം തകർന്ന് തരിപ്പണാകുക. ചോദ്യം ഇരിക്കുക, why did God do this? എന്തുകൊണ്ടാ ദൈവം ഇങ്ങനെ ചെയ്തേ? സത്യത്തിൽ നിങ്ങൾ എന്നോടൊപ്പം വരണം. ഇനി ഞാൻ ഈ സന്ദേശത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് കടക്കുക. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെ ചോദ്യം, ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? പക്ഷെ സത്യത്തിൽ ഈ പുസ്തകം വായിക്കുന്ന വായനക്കാരാകുന്ന നമ്മുടെ ഹൃദയത്തിൽ അല്ല, അന്ന് ഇസ്രായേലിൽ പാർക്കുന്ന ജനം ഹോശേയാവിനെ കാണുമ്പോൾ ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുന്നതിന് പകരം ചോദിക്കേണ്ട ചോദ്യം, ഹോശേയാവേ, നിനക്കെങ്ങനെ ആ സ്ത്രീയെ സ്നേഹിക്കാൻ പറ്റി? ഹോശേയ, നിനക്കെങ്ങനെ ആ മലിനപ്പെട്ട സ്ത്രീയെ നിന്റെ ഭാര്യയാക്കാൻ തോന്നി? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ നിനക്ക് ഇപ്പൊ പറ്റിയേ? അതാണ് ശരിയായ ചോദ്യം. എന്തിനാ അത് ചോദിക്കുന്നതെന്നറിയാമോ? അത് ചോദിക്കുമ്പോൾ അന്നത്തെ ഇസ്രായേൽ ഹോശേയ പ്രവാചകന്റെ കുടുംബത്തിന്റെ തകർച്ച കാണുമ്പോൾ അവർ ചോദിക്കേണ്ട ചോദ്യം, ദൈവമേ, ഞങ്ങളോട് നിനക്ക് സ്നേഹമുണ്ടോ? പല ആവർത്തി ദൈവത്തിൽ നിന്ന് ദൂരെ പോയ, പരസംഗം ചെയ്ത് ബാലിന്റെ പുറകെ മഴയും എണ്ണയും നന്മയും തേടി പലതിൻ്റെ പുറകെ പോയ ഞങ്ങളോട് നിനക്ക് സ്നേഹമുണ്ടോ? ഇന്ന് ഈ യോഗത്തിലിരിക്കുന്ന, അല്ല, ഈ ശബ്ദപരിധിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിലുണ്ടാകേണ്ട ചോദ്യം, ദൈവമേ, മനുഷ്യനോട് അങ്ങക്കെങ്ങനെ സ്നേഹിക്കാൻ തോന്നി? That is the right question. How on earth is it possible to love mankind? ഇത് പറയുമ്പോൾ ഇസ്രായേൽ മക്കൾ അവരെ കാണേണ്ടത് ആ ഗോമെറിന്റെ സ്ഥാനത്താണ്. പരസംഗം ചെയ്ത ആ സ്ത്രീയുടെ സ്ഥാനത്ത് വേണം ഇസ്രായേൽ അവരെ കാണാൻ. പ്രവാചകൻ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ സ്ത്രീയെ സ്നേഹിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്നിവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഏത് സ്ഥാനത്താ? ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, പക്ഷേ സകല മനുഷ്യനെ പറ്റിയും ദൈവം പുതിയ നിയമത്തിൽ പറയുന്നത് ഇത് തന്നെയാണ്. ദൈവത്തെ വിട്ട്, ദൈവത്തെ മറന്ന്, തന്നിഷ്ടപ്രകാരം തോന്നിയ വഴികളിലേക്ക് പോയ നമ്മൾ പരസംഗം ചെയ്ത് ദൈവത്തിൽ നിന്ന് ബഹുദൂരം പോയിരിക്കുന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്ന വിവരണം.
തോട്ടത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം തൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ കൽപ്പനയുടെ ലംഘനത്താൽ അന്ന് ഓടി ദൂരേക്ക് പോയതാ. ദൈവം വിളിക്കുമ്പോൾ ദൈവസന്നിധിയിൽ അടുക്കാതെ ദൂരേക്ക് ഓടി മാറിയ മനുഷ്യൻ അന്ന് തൊട്ട് ബഹുദൂരം ദൈവത്തിൽ നിന്ന് പോയി. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് പരസംഗം എന്ന് പറയുമ്പോൾ മാരേജിനകത്ത്, കല്യാണത്തിനകത്ത്, കുടുംബജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ സ്വന്തം ഭർത്താവിനേക്കാളും കൂടുതലായി മറ്റൊരു പുരുഷനെ സ്നേഹിക്കുന്നതിനെ പറ്റിയാണ്. ഇനി ആത്മീക അർത്ഥത്തിലേക്ക് അത് കൊണ്ടുവന്നാൽ ആത്മീക പരസംഗം എന്ന് പറയുമ്പോൾ എന്തുവായിരിക്കും? ദൈവത്തെക്കാളും മറ്റെന്തിനെയെങ്കിലും സ്നേഹിച്ചാൽ അത് പരസംഗത്തിന് തുല്യ. വിഗ്രഹങ്ങൾ, അവർ ബാലിനെ ഉണ്ടാക്കി ആരാധിച്ചവരാണ് അവര്. നമ്മളില്ലല്ലോ. വി ആർ പെന്തക്കോസ്റ്റ്, ഞങ്ങൾ ഒരു വിഗ്രഹങ്ങളെ ഉണ്ടാക്കാറില്ല. പക്ഷേ ഏറ്റവും വലിയ വിഗ്രഹം, എല്ലായിടത്തും നമ്മൾ കൊണ്ടുപോകുന്ന ഒരു വിഗ്രഹമുണ്ട്. അതാരാ? നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ വിഗ്രഹം. ആൾക്കാരേറെയില്ല നമ്മളോട് ഒന്ന് മൈൻഡ് ചെയ്തില്ല. അയ്യോ, അത് മതിയല്ലോ പിന്നെ പ്രശ്നത്തിന്. ഇപ്പം എനിക്കൊന്ന് ഇതൊക്കെ ലൈവിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആണേലും ഇപ്പോൾ നമ്മുടെ യൗവനക്കാരൊക്കെ പിള്ളേർ സെറ്റൊക്കെ കുറച്ച് പേരുണ്ടല്ലോ, ഫേസ്ബുക്കിലൊക്കെ ഇപ്പോൾ എല്ലാവരും ഉണ്ട്. ആരെങ്കിലും നമുക്കെതിരെ ഒരു കമൻ്റ് ഇട്ടു, അയ്യോ പിന്നെ അത് നമുക്കുണ്ടാവുന്ന ബോധറേഷൻ, അത് പരിഹരിക്കാൻ നമ്മൾ വേറെ കുറച്ച് കമൻ്റ് കൂടി ഇട്ടാലേ. സെൽഫാണ് ഏറ്റവും കൂടുതൽ, നമ്മുടെ സെൽഫാണ് ഏറ്റവും വലിയ പ്രശ്നം. അതൊരു വിഗ്രഹമാണ്. അത് മാത്രമല്ല, മറ്റു പലതും ഇതേപോലെ വിഗ്രഹങ്ങളുണ്ട്. ചിലർക്ക് വിഗ്രഹം, ഞാനിത് ഒത്തിരി വിഗ്രഹങ്ങളെ പറ്റി പറയുന്നില്ല, ഇത് പറയുമ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. ദൈവത്തിന് കൊടുത്ത സ്ഥാനം, കൊടുക്കേണ്ട സ്ഥാനം എടുത്തു കളഞ്ഞത് ഏതാ? ചിലർക്ക് ജോലിയാ. ഈ കോവിഡിന് ശേഷം ഈ വർക്ക് ഫ്രം ഹോം ഒക്കെ സജീവമായതുകൊണ്ട് പലർക്കും 24 hours വർക്കാണ്. വർക്കെന്ന് പറഞ്ഞാൽ യോഗത്തിനിരിക്കുമ്പോഴും വർക്ക് ചെയ്യുന്നവരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇരിക്കും, പക്ഷേ നമ്മുടെ ശ്രദ്ധ ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് യോഗങ്ങളിൽ കൂടെ വർക്ക് സൈറ്റിലൊക്കെ പോയി വരും ഫ്രീ ആയിട്ട്. ചിലർക്ക് മക്കളാ. ഇപ്പോൾ ഞാൻ രസകരമായിട്ടൊരു കാര്യം പറയും. ഇപ്പോൾ ഞാൻ സന്ദേശം പറയുന്നതിന് മുമ്പ് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ആശീർവാദം കഴിയാതെ ആരും എഴുന്നേറ്റ് പോകല്ലെന്ന്. ഈ ആശീർവാദം കഴിഞ്ഞ് പോകുന്നതിൻ്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കിയത്, ഈ മക്കൾ നമുക്കങ്ങ് വിഗ്രഹമാകുമ്പോൾ ചിലരുടെയൊക്കെ മക്കൾ ഇപ്പോൾ വീട്ടിലായിരിക്കും. അപ്പം നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, 9 മണിയായി, അവന് വിശക്കുന്നുണ്ടായിരിക്കും, അവൾക്ക് വിശക്കുന്നുണ്ടായിരിക്കും, ഞാൻ പെട്ടെന്ന് ചെന്നിട്ട് വേണമെന്ന് പറഞ്ഞ് നമ്മളിവിടുന്ന് ഇത് പൗതിയാകുമ്പോഴേ പോകുന്നൊരു പതിവുണ്ട്. അതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. നമ്മളറിയാതെ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം മറ്റു പലതിനും കൊടുക്കുമ്പോൾ മനസ്സിലാക്കിക്കോണേ, ആ ജനം ചെയ്തതിന് സമമായിട്ട് നമ്മൾ തീർന്നില്ലേ. ഇത് ഞാൻ നമ്മുടെ അകത്തിരിക്കുന്നവരോട് പറയുമ്പോൾ, വിശ്വാസ സമൂഹത്തോട് പറയുമ്പം, പുറത്ത് പാർക്കുന്ന ദൈവത്തെ മറന്ന് തന്നിഷ്ടപ്രകാരം പാപത്തിനും ലോകത്തിൻ്റെയും പുറകെ ഓടുന്നവർ എത്രയോ ദൂരം ദൈവത്തിൽ നിന്ന് പോയി. അത് പരസംഗമാണെന്നല്ലേ നമ്മൾ മനസ്സിലാക്കണ്ടേ. നമ്മളിത് 1-ാം അധ്യായത്തിൽ ചിന്തിക്കേണ്ടത്, ഹോശേയ എന്ന് പറയുന്ന പ്രവാചകൻ പരസംഗം ചെയ്ത ആ സ്ത്രീയെ പോയി വിവാഹം കഴിച്ച് തൻ്റെ കുടുംബത്തിലേക്ക് ക്ഷണിക്കുന്നത്. നമ്മൾ പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ കാണേണ്ടത്, യേശു ക്രിസ്തു പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ തേടി വരുന്നതാണ് നമ്മൾ കാണേണ്ടത്. God in human form. ആദിയിൽ ഉണ്ടായിരുന്നു, ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്നു, ദൈവമായിരുന്നുവെന്ന് യോഹന്നാൻ പറയുന്നു 1-ാം അധ്യായത്തിൽ. എന്നിട്ട് 14-ാം വാക്യത്തിൽ പറയുന്നത്, ആദിയിൽ ഉണ്ടായിരുന്ന വചനം, ദൈവമായിരുന്ന വചനം ജഡമെടുത്ത് മനുഷ്യനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? കാണാതെ പോയ ചിലതിനെ
ദൈവത്തിൽ നിന്ന് ദൂരേക്ക് പോയ ചിലരെ തേടി വന്ന യേശുവിനെ നമ്മൾ അവിടെ കാണണം. യേശു കർത്താവ് തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യമെന്ന വണ്ണം പറഞ്ഞൊരു വാക്യം ഇങ്ങനെയാണ്: കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുമ്പോഴും ദൈവത്തിൽ നിന്ന് ദൂരേക്ക് പോയ ചിലരെ അന്വേഷിച്ചുകൊണ്ട് ഈ കല്യാണിമുക്ക്, ഈ റാന്നി ദേശത്തിലും യേശു വന്നിട്ടുണ്ട്. പാപത്തിന്റെ പുറകെ ദൈവത്തെ മറന്ന് ദൂരേക്ക് പോകുന്ന മനുഷ്യ, നിനക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ച ദൈവപുത്രന്റെ സ്നേഹത്തെ കാണാതെ പോകല്ലേ. യുവസഭയുടെ ഭാഗമായിരിക്കുന്നവർ സുവിശേഷത്തിൽ വിശ്വസിച്ചവരുടെ ഹൃദയത്തിൽ സന്തോഷം കൊണ്ട് നിറയണം. അതിക്രമങ്ങളാൽ മരിച്ച നമ്മളെ കരുണാസമ്പന്നനായ ദൈവം സ്നേഹിച്ചതല്ലേ സുവിശേഷത്തിൽ കൂടെ നമ്മൾ പ്രാപിച്ചത്. ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും ഇതേ സാക്ഷ്യമാണ് പറയാനുള്ളത്. പാപത്തിന്റെ പുറകെ ജീവിച്ച് ലോകത്തിൽ നഷ്ടപ്പെട്ടു പോയ ഞങ്ങളെ തേടി വന്നൊരു ദൈവത്തിന്റെ സ്നേഹമുണ്ട്. ഈ ഉദാഹരണം നിങ്ങൾ മറക്കരുത്. ഈ സംഭവം പഴയ നിയമത്തിലെ മറക്കരുത്. സ്നേഹത്തിന് അർഹതയൊന്നുമില്ലാതിരുന്ന ആ സ്ത്രീയെ സ്വീകരിച്ച പ്രവാചകൻ. പുതിയ നിയമത്തിൽ ഇത് തന്നെയല്ലേ പറയുന്നത്? ലോകപ്രകാരം നോക്കിയാൽ ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല. സമൂഹത്തിൽ തള്ളപ്പെട്ട, കുടുംബത്തിൽ വെറുക്കപ്പെട്ട ആ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ തന്നെ മുക്കുവന്മാരും പാപികളും ചുങ്കക്കാരെയൊക്കെ യേശു ചേർത്തു പിടിച്ച് സ്നേഹത്തിന്റെ ഒരു സാമ്രാജ്യം പണിതു. അതാണ് ദൈവത്തിന്റെ സഭ. ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് തേടിപ്പോകുന്ന ഹോശയ്യാവിനെ. നമ്മൾ പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ അതിനെ നോക്കുമ്പോൾ കാണണം, സ്വർഗത്തിന്റെ മഹിമ വിട്ട് നമ്മളെ തേടി വന്ന യേശുക്രിസ്തുവിനെ. വളരെ പെട്ടെന്ന് നമുക്ക് മുന്നോട്ട് പോകാം. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അതിൻ്റെ 14-ാമത്തെ വാക്യമാണ് വായിച്ചതെങ്കിലും 14-ാം വാക്യത്തിലേക്ക് വരുന്നതിന് മുന്നേ ഈ 2-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പരസംഗം ചെയ്ത ജനത്തോടുള്ള, അല്ലെങ്കിൽ ഗോമെറിന്റെ മേൽ വരണ്ട, പരസംഗം ചെയ്ത് പ്രവാചകനെ വിട്ടുപോയ ഈ സ്ത്രീയുടെ മേൽ വരണ്ട ന്യായവിധിയുടെ വിവരണമാണ്. പണിഷ്മെന്റ് ഫോർ അൺഫെയ്ത്ത്ഫുൾനെസ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഗോമർ പരസംഗം ചെയ്തു, ഇസ്രായേൽ പരസംഗം ചെയ്തു. ഇന്ന് നമ്മളിത് ധ്യാനിക്കുമ്പോൾ സകല മനുഷ്യരും ദൈവത്തിൽ നിന്ന് പോയി. അങ്ങനെയാണെങ്കിൽ 2-ാം അധ്യായത്തിൽ പറയുന്ന ന്യായവിധി നമ്മുടെ മേലും വരേണ്ടതാ. അവരുടെ മേലും വരണമായിരുന്നു, നമ്മുടെ മേലും വരണം. ഇത് എന്തുവായിരുന്നു ആ ന്യായവിധി എന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. നോക്കിക്കേ, 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം എല്ലാവരും ഒന്ന് നോക്കണം. 2-ന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അല്ലെങ്കിൽ ഞാൻ അവളെ വസ്ത്രമഴിച്ച് നഗ്നയാക്കി ജനിച്ച ദിവസത്തിലെ പോലെ നിർത്തുകയും. ഒന്നാമതായിട്ട് പറയാണ്, ഇങ്ങനെ വരസംഗം ചെയ്ത സ്ത്രീയെ വസ്ത്രമഴിച്ച് നഗ്നയാക്കി ജനിച്ച ദിവസം പോലെ നിർത്തും, ലജ്ജാകരമാക്കുമെന്നാണ് പറയുന്നത്. പബ്ലിക് ഹ്യൂമിലിയേഷൻ, പരസ്യമായിട്ട് നിന്നേൽപ്പിക്കും. ബാക്കി അവളെ മരുഭൂമിയും വരണ്ട നിലവും പോലെയാക്കി ദാഹം കൊണ്ട് മരിപ്പിക്കുകയും. വെള്ളം കിട്ടാതെ മരുഭൂമി പോലെ അവളായി ദാഹം കൊണ്ട് മരിക്കും. അടുത്തത് 6-ാമത്തെ വാക്യം നോക്കിക്കേ. അതുകൊണ്ട് ഞാൻ നിന്റെ വഴിയെ മുള്ളുകൊണ്ട് വേലി കെട്ടി അടയ്ക്കും. അടുത്ത പണിഷ്മെന്റ്, അടുത്ത ന്യായവിധി, നീ ഇങ്ങനെ പരസംഗം ചെയ്തത് കൊണ്ട് നിന്റെ വഴിയെ മുള്ളുകൊണ്ട് വേലി കെട്ടി അടയ്ക്കും. ഇനി 10-ാം വാക്യം നോക്കിക്കേ. ഇപ്പോൾ ഞാൻ അവളുടെ ജാരന്മാർ കാക്കെ അവളുടെ നാണിടത്തെ അനാവൃതമാക്കും, ആരും അവളെ എന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അവസാനമായിട്ട് പറയാം, ആരും അവളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ പറ്റാതെ വണ്ണം എൻ്റെ കോപത്തിൻ്റെ കരം അവൾക്കെതിരെ വരും. ശ്രദ്ധിക്കണം, ദൈവത്തെ വിട്ടുപോയ ജനത്തിൻ്റെ മേൽ വരേണ്ട ന്യായവിധി അല്ല,
പ്രവാചകനെ വിട്ടുപോയ ഗോമറിന്റെ മേൽ വരേണ്ട ന്യായവിധി ഇന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തെ വിട്ട് ബഹുദൂരം പോയ സകല മനുഷ്യരുടെ മേലും ദൈവത്തിൻ്റെ ന്യായവിധിയുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ ഇവിടെ 14-ാം വാക്യമാണ് പ്രാരംഭത്തിൽ വായിച്ചത്. 14-ാം വാക്യം ഒന്ന് വായിക്കണം എല്ലാവരും. ഇനി 14-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. 1-ാമത്തെ അധ്യായത്തിൽ പരസംഗം ചെയ്ത ഗോമറിനെ 2-ാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ ന്യായവിധി കേൾപ്പിക്കും, കഠിനമായ ശിക്ഷ കേൾപ്പിക്കുമെന്ന് പറഞ്ഞ ഈ ഗോമറിനെ അല്ലെങ്കിൽ ഇസ്രായേലിനെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയാ, ഇനിയിപ്പോൾ ഞാൻ എന്തോ ചെയ്യും? നിങ്ങൾ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇതുവരെ പറഞ്ഞത് അവളെ ഞാൻ നഗ്നമാക്കും, അവളെ ഞാൻ കൈവിടും, ദാഹം കൊണ്ട് അവൾ മരിക്കും. പക്ഷെ 14-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ കൃപ അവിടെ കാണണം. അവളെ ഞാൻ വശീകരിക്കും, ഐ വിൽ ഡ്രോ ഹർ, എന്നിലേക്ക് ഞാൻ ആകർഷിക്കും. മരുഭൂമിയിൽ കൊണ്ടുപോയി കൃത്യമായി ഹാർട്ട് ടു ഹാർട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രം സംസാരിക്കുന്ന ഒരു രീതിയിലേക്ക് യഥാസ്ഥാനപ്പെടുത്തുമെന്ന് പറയാം. ചോദ്യം, അപ്പോൾ അവൾ ചെയ്ത പരസംഗം എന്തോ പറ്റി? അവിശ്വസ്തത കാണിച്ചവളെ ശിക്ഷിക്കുമെന്ന് ദൈവം പറഞ്ഞല്ലേ? അപ്പൊ ആ ശിക്ഷ എവിടെ പോയി? ദൈവം വെറുതെ വിട്ടോ? ദൈവം നീതിമാനാണ്. നീതിമാനായ ദൈവത്തിന് പാപത്തെ ശിക്ഷിക്കാതിരിക്കുന്നത് സാധ്യമല്ല. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, അവിശ്വസ്തത ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധി ഉറപ്പാണ്, അതിന് മാറ്റമില്ല. അത് ദൈവത്തിൻ്റെ നീതി വ്യവസ്ഥ അങ്ങനെയാണ്. പക്ഷെങ്കിൽ ഇവിടെ 2-ന്റെ 14-ാമത്തെ വാക്യത്തിൽ ദൈവം ആകർഷിക്കുമെന്ന് പറയുമ്പോൾ ഇന്ന് പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ആ 2-ാം വാക്യത്തെ വായിക്കുമ്പോൾ ക്രൂശിൽ യാഗമായ യേശുവിനെ നമ്മൾ കാണണം. 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞത് ഞാൻ അവളെ നഗ്നയാക്കുമെന്നല്ലേ? പക്ഷെ കരുണയുള്ള സ്നേഹസമ്പന്നനായ ദൈവം തൻ്റെ മണവാട്ടിയെ അല്ല, മനുഷ്യരെ അല്ല, ഗോമറിനെ നഗ്നയാക്കാതെ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് പകരമായി കാൽവരിയിൽ നഗ്നനായി തൂക്കിയത് നമ്മൾ കണ്ടില്ലേ? ഇന്നേക്ക് 2000 വർഷത്തിന്റെ പുറകിൽ ഞാൻ നിന്ദിക്കപ്പെടേണ്ട, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് അവൻ നഗ്നനായി തൂങ്ങി. വഴിയെ പോകുന്നവർ മുഖം മറച്ചു എന്ന് പറയുന്നതിന്റെ കാരണം എന്താ? അവനെ നോക്കാൻ പോലും കഴിയാതെ അവൻ നഗ്നനായിരുന്നു. 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ തുടർന്നും പറഞ്ഞത് ഞാൻ അവളെ മരുഭൂമി പോലെ വെള്ളമില്ലാതെ അവൾ മരിക്കും. ക്രൂശിൽ കിടന്ന യേശു കർത്താവിൻ്റെ മൊഴികളിൽ ഒന്ന് ഓർമ്മയുണ്ടോ? എനിക്ക് ദാഹിക്കുന്നുവെന്ന്. മനസ്സിലാവുന്നുണ്ടോ? സ്നേഹമുള്ള പിതാവ്, സ്നേഹമുള്ള ദൈവം അവിടുത്തെ ജനത്തെ അല്ല, എന്നെ, നിങ്ങളെ നാശത്തിനേൽപ്പിച്ചു കൊടുക്കാതെ ഒരു പകരക്കാരനെ കണ്ടു. അത് എനിക്ക് പകരം 2000 വർഷത്തിന്റെ പുറകിൽ കാൽവരിയിൽ തൂങ്ങിയ, കാൽവരിയിൽ മരണം വരിച്ച, ദാഹം കൊണ്ട് ഒരിറ്റു വെള്ളത്തിന് വേണ്ടി നിലവിളിച്ച യേശുവിനെ ഈ ദേശം ഇന്ന് കാണണം. 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞ അവൾ പരസംഗം ചെയ്ത് അവിടെ വഴി ഞാൻ അടയ്ക്കും. എങ്ങനെ അടയ്ക്കും? മുള്ളുകൊണ്ട് വേലി കെട്ടി അടയ്ക്കും. പുതിയ നിയമത്തിൽ എന്തോ സംഭവിച്ചേ? യേശുവിൻ്റെ ക്രൂശിൽ തറയ്ക്കുന്നതിന് മുന്നേ യേശുവിനെ അടിക്കാൻ അകത്ത് കൊണ്ടുപോയി പടയാളികൾ അടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചെയ്തൊരു കാര്യമുണ്ട്. മുള്ളുകൊണ്ടുള്ളൊരു കിരീടമുണ്ടാക്കി. അവിടെ വഴി അടയ്ക്കുമെന്നാ പറഞ്ഞിരുന്നേ, വഴി അടയ്ക്കുമെന്നാ പറഞ്ഞേ.
പക്ഷേ ദൈവം ചെയ്തത് എന്തുവാണെന്നറിയാമോ? ഒരു പകരക്കാരനെ നിർത്തിയിട്ട് മുള്ളുകൊണ്ടുള്ള ഒരു കിരീടമുണ്ടാക്കി തലയിൽ വെച്ച് അടിച്ചിറക്കി, എനിക്ക് പകരം, നിങ്ങൾക്ക് പകരം നിങ്ങളുടെ മേൽ വരണ്ട, ഈ ദേശത്തിലെ പ്രിയപ്പെട്ടവരുടെ മേൽ വരണ്ട, എന്റെ മേൽ വരണ്ട, ദൈവത്തിന്റെ കോപത്തെ നീക്കാൻ പകരമായ യേശുവിനെ കാണുക. ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ കരങ്ങളിൽ, എൻ്റെ കരത്തിൽ നിന്ന് ആർക്കും വിടുവിക്കാൻ കഴിയാതെ വണ്ണം ഞാൻ അവളെ നശിപ്പിക്കുമെന്ന് പറയുമ്പോൾ, കാൽവറിയിൽ ദൈവപുത്രൻ നിന്ന് നിലവിളിക്കുന്ന ദർശനം ഈ ദേശക്കാർ കേൾക്കുക, കാണുക. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അവിടുന്ന് എന്നെ കൈവിട്ടതെന്തെന്ന് നിലവിളിക്കുമ്പോൾ, ആ ദൈവപുത്രൻ ദൈവത്തിൻ്റെ കോപത്തിൻ്റെ കീഴിലൂടെ കടന്നുപോയതാണെന്ന് ദൈവമക്കൾ, ഈ ദേശത്തിലുള്ള പ്രിയപ്പെട്ടവർ തിരിച്ചറിയുക. എന്നെ കേൾക്കുന്ന ഈ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരും മനസ്സിലാക്കുക, 1-ാം അധ്യായത്തിൽ എന്നെ തേടി വന്ന രക്ഷകനാണെങ്കിൽ, 2-ാം അധ്യായത്തിൽ എനിക്ക് പകരക്കാരനായി നിന്ന് എന്നെ ആകർഷിക്കുന്ന, മരുഭൂമിയിലേക്ക് വശീകരിക്കുന്ന ദൈവപുത്രന്റെ യാഗമരണത്തെ ദൈവമക്കൾ, ഈ ശബ്ദത്തിലുള്ളവരെല്ലാവരും കേൾക്കുക. യേശു തന്നെ പറഞ്ഞൊരു പ്രയോഗമുണ്ട്. യേശു തൻ്റെ ഐഹിക ജീവിതത്തിൽ താൻ മരണത്തിന് തൊട്ടു മുൻപ് പറഞ്ഞ ഒരു വാക്യം ഞാനിവിടെ ഉദ്ധരിക്കാം. ഇതിനോട് ചേർന്ന് കിടക്കുന്നത്, യേശു മരണത്തിലേക്ക് നടക്കുന്നതിന് മുന്നേ പറഞ്ഞത്, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കലേക്ക് ആകർഷിക്കും. കാണുന്നുണ്ടോ? വശീകരിക്കുമെന്ന് പഴയ നിയമത്തിൽ പറഞ്ഞതുപോലെ യേശു പറയുക, ഉയർത്തപ്പെട്ടാൽ ഞാൻ ആകർഷിക്കും. യേശു എവിടെ ഉയർത്തപ്പെട്ടത്? 2000 വർഷത്തിന്റെ പുറകിൽ കാൽവറി കുന്നിന്റെ മേൽ യേശു ഉയർത്തപ്പെട്ടു. ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ സകല മനുഷ്യരെയും ആകർഷിക്കുമെന്ന് യേശു പറഞ്ഞെങ്കിൽ, ഇന്ന് രാത്രി അല്ല, ഈ ദിവസങ്ങളിലെ കൺവെൻഷനുകളിൽ ഈ ദേശത്ത് ക്രൂശിക്കപ്പെട്ട യേശുവിനെ ഉയർത്തുമ്പോൾ, ഈ ദേശത്തിൽ നിന്ന് ചിലരെ കൂടെ ആകർഷിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്നുള്ള കാര്യം തിരിച്ചറിയുക. പ്രിയ ദൈവജനമേ, എന്റെ ശബ്ദം കേൾക്കുന്നവരെ, യേശു നിങ്ങൾക്ക് വേണ്ടിയാ മരിച്ചത്, നിങ്ങൾക്ക് പകരമാണ് മരിച്ചത്. നിങ്ങളുടെ മേൽ, എന്റെ മേൽ വരേണ്ട ശിക്ഷയാണ് അവൻ ഏറ്റെടുത്തത്. നമ്മൾ പാടുന്നൊരു പാട്ടുണ്ട്, കാൽവറി ക്രൂശിൽ നിന്നും ഒഴുകി വരുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത, അത് ഒഴുകി 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 ഇന്ന് നമ്മുടെ അടുകിലേക്ക് വരിക. ഇനിയും മറുത്തു നിൽക്കാതെ, ഇനിയും ദൈവത്തെ മറന്ന് ജീവിക്കാതെ, എനിക്ക് പകരം മരിച്ച യേശുവിന് വേണ്ടി ജീവിക്കാൻ ഉള്ള സമർപ്പണത്തിലേക്ക് എൻ്റെ കേൾവിക്കാർ വരുമോ? യേശുവിൻ്റെ ഈ മരണത്തിൽ അതെൻ്റെ പകരമായി എൻ്റെ സ്ഥാനമെടുത്താണ് യേശു മരിച്ചതെന്ന് ഞാൻ പറഞ്ഞു. ആ ശിക്ഷാവിധി മാറുമ്പോൾ തന്നെ യേശുവിൽ വിശ്വസിച്ചപ്പോൾ സംഭവിച്ച മറ്റൊരു കാര്യം കൂടെയുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. അതെ, നീതിയോടും ന്യായത്തോടും ദയയോടും കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. കേട്ടോ, ഞാൻ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോകും. അത് സാധ്യമായത് യേശുവിൻ്റെ മരണത്താലാണ്. പക്ഷെ മരണത്താൽ സാധ്യമായ അടുത്തൊരു കാര്യം അവിടെ എഴുതിയിരിക്കുക, ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. യേശുവിൻ്റെ ക്രൂശു മരണത്തിൽ വിശ്വസിക്കുന്നവരെ ശുദ്ധീകരിച്ചുകൊണ്ട് മണവാട്ടിയായി യേശുവിൻ്റെ വകയാക്കി തീർക്കുക. പക്ഷേ അതിൻ്റെ അടുത്ത ഭാഗത്ത് പറഞ്ഞേക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അതെ, നീതിയോടും ന്യായത്തോടും ദയയോടും കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. എന്തോ അവിടെ കാണേണ്ടതെന്നറിയാമോ? യേശുവിൽ ഞാൻ വിശ്വസിച്ചപ്പോൾ എൻ്റെ ശിക്ഷ യേശു ഏറ്റെടുക്കുക മാത്രമല്ല, അവൻ്റെ നീതിയുടെ വസ്ത്രം കൊണ്ട് എന്നെ പൊതിഞ്ഞു. കണ്ടോ ആ വാക്യം? നീതിയോടെ എന്നെ നിശ്ചയിക്കുമെന്ന് പറഞ്ഞാൽ, ഞാൻ ഉടുത്തിരുന്ന പാപത്തിൻ്റെ മലിനപ്പെട്ട വസ്ത്രം മാറ്റിയിട്ട്
ദൈവപുത്രൻ പാപമില്ലാത്ത പരിശുദ്ധനായ യേശുവിൻ്റെ നീതിയുടെ വസ്ത്രത്താൽ എന്നെ ഉടുപ്പിക്കും. പുതിയ നിയമത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു വാക്യം ഇങ്ങനെയാണ്: പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി ദൈവത്തിന്റെ നീതി നമ്മളായി. എങ്ങനെ? യേശുവിൻ്റെ പകരമായിട്ടുള്ള മരണത്താൽ. 2-ാം അധ്യായത്തിൽ അപ്പോൾ നമ്മൾ കാണുന്നത്, എനിക്ക് പകരം തകർന്ന്, എനിക്ക് പകരം എൻ്റെ ശിക്ഷയെ ഏറ്റെടുത്ത് എന്നെ നീതിയുടെ വസ്ത്രമുടിപ്പിച്ച് എന്നെ വിവാഹ നിശ്ചയം ചെയ്ത യേശുവിൻ്റെ ദർശനം അവിടെ കാണുക. അടുത്തതായിട്ട് 3-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് വരാം. 3-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. 1-ാം വാക്യം കൂടെ ചേർത്ത് വായിച്ചേട്ടെ. 1-2 വാക്യം. അനന്തരം യഹോവ എന്നോട്, ഇസ്രായേൽ മക്കൾ അന്യദേവന്മാരോട് ചേർന്ന് മുന്തിരിയടകളിൽ ഇഷ്ടപ്പെട്ടിട്ടും യഹോവ അവരെ സ്നേഹിക്കുന്നത് പോലെ നീ ഇനിയും ചെന്ന് ഒരു ജാരനാൽ സ്നേഹിക്കപ്പെട്ട് വ്യഭിചാരിണികളായിരിക്കുന്ന സ്ത്രീയെ സ്നേഹിച്ചു കൊണ്ടിരിക്കുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ അവളെ 15 വെള്ളിക്കാശിന് 1.5 ഹോമേർ യവത്തിന് മേടിച്ചു. കേൾക്കണം. ഇതുവരെ നമ്മൾ ചിന്തിച്ച ഹോശേയ എന്ന് പറയുന്ന പ്രവാചകന്റെ ജീവിത ചരിത്രത്തിലെ ഏറ്റവും ദുഃഖമുളവാക്കുന്ന ചില വാക്യങ്ങളാണ് നമ്മൾ ഇവിടെ വായിച്ചത്. എന്തുവാ സംഭവം? 1-ാമത്തെ അധ്യായത്തിൽ താൻ ചെന്ന് ഒരു സ്ത്രീയുമായി വിവാഹബന്ധത്തിൽ വന്നു. പക്ഷെങ്കിൽ ആ സ്ത്രീ ഗോമർ കുടുംബത്തിൽ വിശ്വസ്തയായി പാർക്കാതെ വീണ്ടും പല പുരുഷന്മാരുടെ പുറകെ, ജാരന്മാരുടെ പുറകെ, മറ്റ് പുരുഷന്മാരുടെ പുറകെ പോവുക. 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ദൈവത്തിൻ്റെ ആലോചന. എന്തുവാ ദൈവാലോചന? നീ ഇനിയും ചെന്ന് ജാരനാൽ സ്നേഹിക്കപ്പെട്ട വ്യഭിചാരിണിയായ ഒരു സ്ത്രീ, ആ സ്ത്രീ 1-ാം അധ്യായത്തിലെ ഗോമർ എന്ന് പറയുന്ന തൻ്റെ സ്വന്തം ഭാര്യയാ. ശ്രദ്ധിക്കണം, എത്രയോ ലജ്ജാകരമാണത്. സ്വന്തം ഭർത്താവ് ഭാര്യയെ തേടി മറ്റു പുരുഷന്മാരുടെ അടുത്ത് ചെല്ലുക. ഒടുവിൽ അവൻ കണ്ടെത്തി മറ്റൊരു പുരുഷന്റെ കൂടെ താൻ പാർക്കുക. ആ പുരുഷൻ പറഞ്ഞു, നിനക്ക് ഞാൻ വേണേ വിൽക്കാം, ഒരു അടിമയുടെ കൂലി തന്നാ മതി. പാപം പ്രവാചകന് കൊടുക്കാൻ പൈസ ഇല്ല. പ്രവാചകൻ കൊടുത്തത് അവിടെ എഴുതിയിട്ടുണ്ട് 2-ാം വാക്യത്തിൽ. 15 വെള്ളിക്കാശും. മൊത്തം കൊടുക്കാൻ വെള്ളിക്കാശ് കയ്യിലില്ലാത്തത് കൊണ്ട് അന്നത്തെ വ്യവസ്ഥ അനുസരിച്ച് ബാക്കി യവം കൂടെ ചേർത്ത് ആ സ്ത്രീയെ, തൻ്റെ ഭാര്യയെ അവിശ്വസ്തത കാണിച്ച് തന്നെ വിട്ടുപോയ സ്ത്രീയെ മടക്കി തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുവാൻ വില കൊടുക്കുക. എത്രയോ നിന്നയിൽ കൂടായിരിക്കാം ഒരു പക്ഷെങ്കിൽ പോയത്. ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹോശേയാവിന് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ, ഹോശേയാവിനെ സംബന്ധിച്ച് തനിക്ക് ഒരടിമയുടെ വില കൊടുത്താൽ മതിയായിരുന്നു. അത് 15 വെള്ളിക്കാശും കുറച്ച് യവം കൂടെ കൊടുത്തപ്പോൾ തനിക്ക് കിട്ടി. പക്ഷെ ദൈവത്തിന് മാനവരാശിയെ വിടുവിക്കാൻ പരസംഗം ചെയ്ത് ദൈവത്തിൽ നിന്ന് ദൂരേക്ക് പോയ എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കാൻ താൻ കൊടുത്ത വില കേവലം 15 വെള്ളിക്കാശല്ല, തൻ്റെ സ്വന്തം പുത്രന്റെ ജീവനാണ്, തൻ്റെ സ്വന്തം പുത്രന്റെ രക്തമാണ് ഈ വീണ്ടെടുപ്പിന് താൻ വിലയായി കൊടുത്തത്. യേശു പറഞ്ഞ വാക്കുകൾ ഞാനിവിടെ ഉദ്ധരിക്കുന്നു. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുത്തു. പത്രോസിന്റെ ലേഖനത്തിൽ നമുക്കറിയാമെന്ന നമ്മൾ സാധാരണ കൂട്ടിയെന്നൊരു വാക്യമുണ്ടല്ലോ, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല. അടുത്ത ഭാഗം അറിയാവുന്നവർ ഒരുമിച്ച് പറഞ്ഞേ, ക്രിസ്തുവെന്ന് നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് വീണ്ടെടുത്തു. കേൾക്കണം, ഈ ദേശത്തിലുള്ള ഇതിനകത്തിരിക്കുന്നവർ ശരിക്കും ശ്രദ്ധിക്കുക.
എന്തിൽ നിന്നാണ് യേശു വീണ്ടെടുത്തത്? ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന്, പാപത്തിന്റെ കുറ്റത്തിൽ നിന്ന്, പോരാ, പാപത്തിന്റെ ശക്തിയിൽ നിന്ന്, പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമായി വിലക്ക് വാങ്ങിയതാണ് യേശുവിന്റെ രക്തം. ഇതെന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പാപത്തിന് ഒരാസക്തിയുണ്ട്, ഒരു അഡിക്റ്റീവ് പവറുണ്ട്. ഒരു തവണ ചെയ്താൽ വീണ്ടും വീണ്ടും ചെയ്ത് അതിൽ നിന്നെ കുരുക്കി നിന്നെ ചങ്ങലയിട്ട് ബന്ധിക്കുന്നത് പോലെ അതിൻ്റെ അടിമയാക്കുന്ന പാപത്തിൻ്റെ ശക്തിയെ ജയിക്കാൻ യേശുവിൻ്റെ സുവിശേഷത്തിന് കഴിയും. സുവിശേഷത്തിൻ്റെ കേൾവിയിൽ, സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന നിന്നെ സ്വതന്ത്രമാക്കാൻ പുത്രന് കഴിയും. ആ രക്ഷകൻ ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. രഹസ്യ പാപ സ്വഭാവങ്ങൾ അല്ല, പണ്ടെപ്പോഴോ ചെയ്ത പാപത്തിന്റെ കുറ്റബോധം ഇന്നും മുന്നോട്ട് ജീവിക്കാൻ കഴിയാതെ ദൈവം എന്നോട് ക്ഷമിക്കുമോ? അല്ല, ഈ കുറ്റം ദൈവം ക്ഷമിക്കത്തില്ലായിരിക്കും. ഒന്ന് നോക്കിക്കേ, ഹോശേയാവ് ചെയ്തത് ഒരു പുരുഷന് ചെയ്യാൻ പറ്റുന്നതാണോ? അല്ല, ആർക്കും ചെയ്യാൻ പറ്റാത്തത് ചെയ്തെങ്കിൽ യേശുവിന്, ദൈവത്തിന് നമ്മളോട് ക്ഷമിക്കാൻ കഴിയും. എത്ര കടുഞ്ചുമപ്പായാലും ഹിമം പോലെ വെളുപ്പിക്കാൻ അവന്റെ പുത്രന്റെ രക്തത്തിന് ശക്തിയുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടെടുപ്പ് അനുഭവിച്ച, സുവിശേഷത്തിൽ വിശ്വസിച്ചവരുടെ ഹൃദയത്തിൽ സന്തോഷം കൊണ്ട് നിറയണം. യേശു കർത്താവ്, അല്ല, പൗലോസ് അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞൊരു വാക്യം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ഇങ്ങനെയാണ്. സഭയ്ക്ക് ഫെയർവെൽ നൽകി താൻ പോകുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: തൻ്റെ പുത്രൻ്റെ രക്തത്താൽ സമ്പാദിച്ച സഭ. മനസ്സിലാകുന്നുണ്ടോ? സഭയുടെ ഭാഗമായ ഞാനും നിങ്ങളും ആരാ? ദൈവത്തിൻ്റെ സമ്പാദ്യമാണ്. ആ സമ്പാദ്യത്തിന് മുതൽ മുടക്കിയത് അവിടുത്തെ പുത്രന്റെ രക്തമാണ്. ഹല്ലേലൂയ. എൻ്റെ സമയം അവസാനിക്കുകയാണ്. ഞാൻ ഈ സന്ദേശത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ, ഈ ദേശത്തിൽ എന്നെ കേൾക്കുന്ന ഇതുവരെയും സുവിശേഷത്തിൽ വിശ്വസിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, the ultimate picture of a loving husband, സ്നേഹസമ്പന്നനായ ദൈവത്തിൻ്റെ ഒരു ചിത്രീകരണം നമുക്കിവിടെ കാണാം. എന്നെ തേടി വന്ന ദൈവം, എന്നെ തേടി വന്ന് എന്നെ രക്ഷിക്കാൻ കഴിയാതിരിക്കുമ്പോൾ എനിക്ക് പകരം എൻ്റെ മേൽ വരേണ്ട ശിക്ഷ ഏറ്റെടുത്ത ദൈവപുത്രൻ എന്നെ പിടിച്ചു മുറുക്കി അന്ധകാരത്തിൻ്റെ പിശാചിൻ്റെ ചങ്ങലയിലിട്ട് പാപത്തിൽ എന്നെ ഇരുത്തിക്കളഞ്ഞ സാത്താന്യ ചങ്ങലയെ അറുത്തുകളയാൻ ശക്തിയുള്ള യേശു ഇന്ന് രാത്രി നിങ്ങളെ ക്ഷണിക്കുക. എങ്ങോട്ടാ വിളിക്കുന്നതെന്നറിയാമോ? 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് മറക്കരുത്. ഒരു ഉടമ്പടിയിലേക്ക് വിളിക്കുക, ഒരു വിവാഹ നിശ്ചയത്തിലേക്ക് വിളിക്കുകയാ. ശുദ്ധീകരിച്ച് പാപത്തിൻ്റെ കറകളെല്ലാം മാറ്റി ഒരു കന്യകയായി യേശുവിൻ്റെ സഭയുടെ, അല്ല, മണവാട്ടിയുടെ ഭാഗമാകാനുള്ള ആഹ്വാനം. ഒരു വാക്യം കൂടെ ഞാൻ ഈ ഹോശേയ പുസ്തകത്തിൽ നിന്ന് കാണിച്ചിട്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നോക്കണമേ, 3-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഒന്ന് നോക്കണം. അത് ദൈവസഭയിലുള്ളവരും ശ്രദ്ധിക്കുക. 3-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാം വാക്യം. അവളോട് നീ ബഹുകാലം അടങ്ങിപ്പാർക്കണം. കേൾക്കണം. വില കൊടുത്ത് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഗോമറിനോട് പറയുന്ന വാക്കാണ്. വായിച്ചോ. നീ ബഹുകാലം അടങ്ങിപ്പാർക്കണം. പരസംഗം ചെയ്യുകയോ മറ്റൊരു പുരുഷന് പരിഗ്രഹിക്കുകയോ അരുത്. ഞാനും അങ്ങനെ തന്നെ ചെയ്യും. ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കേൾക്കുക. വില മുടക്കി യാഗമായി അവസാനം പറയുന്ന ആ വാക്കുകൾ ഇനിയും ബഹുകാലം എന്തോ ചെയ്യണം? അടങ്ങിപ്പാർക്കണം. പറഞ്ഞു വരുന്നത്, യേശുവിൽ വിശ്വസിച്ച നമുക്ക് ഏക സ്നേഹം, അൺഡിവൈഡഡ് ഡിവോഷൻ, മറ്റൊന്നിനും കൊടുക്കാത്ത. നമ്മൾ സാധാരണ പാടുന്നൊരു പാട്ടുണ്ട്, എൻ്റെ സ്നേഹം ഒരു തവണ കൂടെ ഇന്നിവിടെ യേശുവിൽ വിശ്വസിച്ച നമ്മൾ സമർപ്പിക്കപ്പെടണം. എന്തിനാണെന്നറിയാമോ?
യേശു പറഞ്ഞത് ഇത് തന്നെയാണ്. ഇനിയും അധികം താമസമില്ല, നമ്മളുടെ അരുമ മണവാളൻ നമ്മളെ സ്വീകരിക്കാൻ വരും. അത് വിശുദ്ധരായി തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കാണ്. പൗലോസ് അപ്പോസ്തലൻ സഭകളെ പറ്റി തൻ്റെ ഉള്ളിൽ ഭാരം വന്നപ്പോൾ താൻ പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്: സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സിനെയും ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന്, നിർമ്മലതയിൽ നിന്ന് വിട്ടു വഷളായി പോകുമോ എന്ന് പേടിക്കുന്നു. ലോകത്തിൻ്റെ പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒരു ശകലം പോലും, ഇച്ചിര പോലും പിറകോട്ട് മാറാതെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ സമർപ്പിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടോ? ക്രിസ്തുവിൻ്റെ മണവാട്ടിയെങ്കിൽ വ്യത്യസ്തരായി ജീവിക്കണം, വിശുദ്ധരായി ജീവിക്കണം, നിർമ്മലനായി ജീവിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ പല വാക്യങ്ങൾ ഇതിനോട് ചേർന്ന് കിടക്കുന്നത് പുതിയ നിയമത്തിലുമുണ്ട്. എഫെസ്യ ലേഖനം നമുക്കറിയാവുന്ന ചില വാക്യം ഞാനിവിടെ പറയുന്നു. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്ഥാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ, അടുത്ത ഭാഗം എല്ലാവരും ശ്രദ്ധിക്കുക, സഭയെ വിശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. യേശു എന്തിനാ കാൽവരിയിൽ യാഗമായത്? ഒരു നാൾ വിശുദ്ധരായി നമ്മളെ പിതാവിൻ്റെ മുമ്പിൽ നിർത്തുന്ന ഒരു നാളുണ്ട്. വെളിപ്പാട് പുസ്തകം അവസാനത്തെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇതേ ആശയം കാണാം. നാം സന്തോഷിച്ചുല്ലസിക്കുക, അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഒരുങ്ങി കാത്തിരിക്കുന്നവരെ ചേർക്കാൻ കർത്താവ് വേഗം വരും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊപ്പം രൂപാന്തരപ്പെട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. അടുത്ത ഭാഗം ഇങ്ങനെ നമ്മൾ എപ്പോഴും നമ്മുടെ മണവാളനായിരിക്കുന്ന ക്രിസ്തുവിനോടൊപ്പമായിരിക്കും. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഗായക സംഘം മുന്നോട്ട് കടന്നു വന്നാൽ കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ നിന്നുള്ള പാട്ട് നമുക്കിവിടെ പ്രത്യാശയുടെ ഒരു ഗാനം പാടാം. ഇന്ന് നമ്മൾ ചിന്തിച്ച ദൈവവചന ഭാഗം ഇങ്ങനെയാണ്: ഈ ശബ്ദപരിധിക്കുള്ളിൽ അല്ല, ഇതിൻ്റെ അകത്ത് തന്നെ എൻ്റെ ജീവിതം തകർന്നു പോയി, ഇനി എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എനിക്കിനി ഒരു വീണ്ടെടുപ്പില്ല, ഒരു തിരിച്ചുവരവില്ല, ഞാൻ ഒത്തിരി ദൂരെ പോയി എന്നൊക്കെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ തേടി വന്നൊരു രക്ഷകനുണ്ട്. ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ജീവിതത്തിൽ പാപം കൊണ്ട് അല്ല, കുറ്റബോധം കൊണ്ട് മുന്നോട്ടൊരു ചുവട് വെക്കാൻ കഴിയാതെ ദൈവസന്നിധിക്ക് പോലും അടുക്കാൻ കഴിയാതിരിക്കുന്ന നിങ്ങൾക്ക് പാപത്തിന്റെ പ്രലോഭനങ്ങളെ വിട്ട് അതിന്റെ ചങ്ങലയെ ഭേദിക്കാൻ യേശുവിന് കരുത്ത് നൽകാൻ കഴിയും. യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയും. ഈ പാട്ടിന്റെ വരികൾ ഒരുമിച്ച് പാടുമ്പോൾ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവജനം കണ്ണുകളെ അടച്ച്, കരങ്ങളെ അടച്ച്, പ്രത്യാശ ഹൃദയങ്ങളിൽ വരട്ടെ. നമ്മളെ ചേർക്കാൻ നമ്മുടെ അരുമ മണവാളൻ വരാനുള്ള ദിവസം ആസന്നമായിരിക്കുന്നു. കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ.